ഇന്നത്തെ മുരളിയിൽ സത്യസന്ധരും പുരുഷാർത്ഥികളുമായ കുട്ടികളുടെ അടയാളങ്ങൾ ബാബ കേൾപ്പിക്കുന്നു. പതിത പാവനനായ ബാബയുടെ മധുര മഹാവാക്യങ്ങൾ കേൾക്കാം. ഓം ശാന്തി. 5/8/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. മധുരമായ കുട്ടികളെ, നിങ്ങൾ തൻ്റെ യോഗബലത്തിലൂടെ ഈ പഴയ ലോകത്തെ പരിവർത്തനപ്പെടുത്തി പുതിയതാക്കുന്നു. നിങ്ങൾ പ്രത്യക്ഷമായിരിക്കുന്നത് ആത്മീയ സേവനത്തിനു വേണ്ടിയാണ്. ചോദ്യം: സത്യസന്ധരായ സത്യമായ പുരുഷാർത്ഥി കുട്ടികളുടെ അടയാളങ്ങൾ എന്തായിരിക്കും? ഉത്തരം: സത്യസന്ധരായ കുട്ടികൾ ഒരിക്കലും തങ്ങളുടെ തെറ്റിനെ ഒളിപ്പിക്കില്ല. ഉടൻ ബാബയെ കേൾപ്പിക്കും. അവർ വളരെ വളരെ നിരഹങ്കാരിയായിരിക്കും. നമ്മൾ എങ്ങനെയുള്ള കർമ്മം ചെയ്യുമോ നമ്മെ നോക്കി മറ്റുള്ളവരും ചെയ്യും എന്ന ചിന്ത അവരുടെ ബുദ്ധിയിൽ സദാ ഉണ്ടായിരിക്കും. അവർ ആരുടെയും ഡിസർവീസിനെ കുറിച്ച് പറഞ്ഞു നടക്കില്ല. തൻ്റെ സർവീസിൽ മുഴുകിയിരിക്കും. അവർ ആരുടെയെങ്കിലും അവഗുണത്തെ കണ്ട് തൻ്റെ തല പുണ്ണാക്കുകയില്ല. ഗീതം: ക്ഷമയോടെ ഇരിക്കൂ മനസ്സേ. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾക്ക് ആത്മീയ പിതാവ് ധൈര്യം നൽകുന്നു. ലൗകിക പിതാവും ധൈര്യം പകരുന്നത് പോലെ. ആരെങ്കിലും രോഗിയാവുകയാണെങ്കിൽ അവരെ സമാശ്വസിപ്പിക്കുന്നു. നിങ്ങളുടെ രോഗത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ദിവസങ്ങൾ മാറി സുഖത്തിൻ്റെ ദിവസങ്ങൾ വരും. ആ പരിധിയുള്ള പിതാവ് പരിധിയുള്ള ധൈര്യം നൽകുന്നു. ഇപ്പോൾ ഇതാണെങ്കിൽ പരിധിയില്ലാത്ത പിതാവാണ്. കുട്ടികൾക്ക് പരിധിയില്ലാത്ത ധൈര്യം നൽകിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളെ, ഇപ്പോൾ നിങ്ങളുടെ സുഖത്തിൻ്റെ ദിനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ബാക്കി ഇനി അല്പം ദിവസമേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ ബാബയുടെ ഓർമ്മയിലിരുന്ന് മറ്റുള്ളവരെയും പഠിപ്പിക്കൂ. നിങ്ങളും ശിവശക്തികളാണല്ലോ. ശിവബാബയുടെ ശക്തിസേന വീണ്ടും പ്രത്യക്ഷമായിരിക്കുന്നു. ഈ ഗോപന്മാരും ആത്മാക്കളാണ്. ഇവരെല്ലാം ശിവനിൽ നിന്നും ശക്തി നേടുന്നു. നിങ്ങളും ശക്തി നേടുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നു. ഇതിൽ കൃപയുടെയോ ആശീർവാദത്തിൻ്റെയോ ഒരു കാര്യവുമില്ല. ഓർമ്മയിലിരുന്ന് ശക്തി എടുത്തുകൊണ്ടിരിക്കൂ. ഓർമ്മയിലൂടെ തന്നെയാണ് നിങ്ങളുടെ വികർമ്മം വിനാശമാകുന്നത്. നിങ്ങൾ ശക്തിശാലി ആയിക്കൊണ്ടിരിക്കും. ശിവന്റെ ശക്തിസേന സർവശക്തിവാനിൽ നിന്നും ഇത്രയും ശക്തി എടുത്തിരുന്നു. അവർ പഴയ ലോകത്തെ തിരിച്ച് പുതിയതാക്കി മാറ്റി. നിങ്ങൾക്കറിയാം, യോഗബലത്തിലൂടെ നമ്മൾ ഈ പഴയ ലോകത്തെ തിരിക്കുന്നു. വിരൽ കൊണ്ട് മനുഷ്യർ ഇങ്ങനെ സൂചന നൽകുന്നു: അള്ളാഹുവിനെ, ഗോഡിനെ ഓർമ്മിക്കൂ. കുട്ടികൾ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, ബാബയുടെ ഓർമ്മയിലൂടെ ഈ കല്ലുകളുടെ പർവ്വതം, അതായത് ലോകം മാറും. ഇപ്പോൾ നമ്മൾ ദേവകളുടെ സ്ഥാനം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു: എക്സിബിഷനിൽ നന്നായി സർവീസ് ചെയ്യൂ, പ്രയത്നിക്കൂ. സമയം ലഭിക്കുമ്പോൾ അതിലിരുന്ന് പഠിക്കൂ. വളരെ സഹജമാണ്. കുട്ടികൾക്ക് ഓരോ പ്രകാരത്തിലുമുള്ള ശിക്ഷണം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോരുത്തരുടെയും കർമ്മങ്ങളുടെ കണക്കാണ്. കന്യകമാരുടെ കർമ്മം നല്ലതാണ്. വിവാഹം കഴിഞ്ഞവർ പറയുന്നു, ഈ സമയത്ത് അഥവാ നമ്മൾ കന്യകയായിരുന്നുവെങ്കിൽ ഈ എല്ലാ ചങ്ങലകളിൽ നിന്നും മോചിതമായി ഫ്രീ ബേർഡ് ആകുമായിരുന്നു. കന്യകമാർ ഫ്രീ ബേർഡ്സ് ആണ്. എന്നാൽ മോശമായ കൂട്ടുകെട്ടിൽ നഷ്ടങ്ങൾ ഉണ്ടാകുന്നു. സ്ത്രീക്ക് പുരുഷന്റെയും കുട്ടികളുടെയും മറ്റും എത്ര ചങ്ങലകളാണുള്ളത്. ഇതിൽ ആചാരരീതികളുടെയും മറ്റും എത്ര ബന്ധനമുണ്ട്. കന്യകമാർക്ക് ഒരു ബന്ധനവുമില്ല. ഇപ്പോൾ ബോംബെയിലും കന്യകമാർ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ നമ്മുടെ പ്രദേശത്തെ സ്വയമേ തന്നെ പരിപാലിക്കും എന്ന് പറയുന്നു. എല്ലാവരും അവരവരുടെ പ്രദേശത്തിനു വേണ്ടി എത്ര പ്രയത്നിക്കുന്നു. നമ്മുടെ ഗുജറാത്ത്, നമ്മുടെ UP എന്ന് പറയുന്നു. നിങ്ങൾ ഇപ്പോൾ തൻ്റെ സ്വരാജ്യം നേടുന്നു. ഇതിൽ ഞാൻ ഇന്നയാളാണ്, ഇന്ന പ്രദേശത്തുള്ളതാണ് എന്നതും ഉണ്ടായിരിക്കരുത്.
നിങ്ങൾ ആരോടും ഈർഷ്യ വയ്ക്കാൻ പാടില്ല. ആരുടെയും അവഗുണത്തെയോ മറ്റോ കണ്ട് തല പുണ്ണാക്കുവാൻ പാടില്ല. സ്വയം നോക്കണം. നമ്മൾ എത്ര ആത്മാക്കൾക്ക്, സഹോദരിമാർക്ക്, സഹോദരന്മാർക്ക് സുഖത്തിൻ്റെ വഴി പറഞ്ഞുകൊടുത്തു. അഥവാ വഴി പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവരെ കൊണ്ട് ഉപയോഗമൊന്നുമില്ല. ഹൃദയത്തിൽ കയറാൻ സാധിക്കില്ല. ബാബ്ദാദയുടെ ഹൃദയത്തിൽ കയറിയില്ലെങ്കിൽ സിംഹാസനത്തിലിരിക്കാൻ സാധിക്കില്ല. ബാബയ്ക്കറിയാം, ചില കുട്ടികൾക്ക് സർവീസിൻ്റെ വളരെയധികം താല്പര്യമുണ്ട്. അല്പം പോലും ദേഹത്തിൻ്റെ അഭിമാനമില്ല. ചിലരാണെങ്കിൽ വലിയ അഹങ്കാരത്തിൽ ഇരിക്കുന്നു. തൻ്റെ മേലല്ല, ബാബയുടെ മേൽ കൃപ കാണിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. ഒരിക്കലും ആരുടെയും അവഗുണം നോക്കാൻ പാടില്ല. ഇന്നയാൾ ഇങ്ങനെയാണ്, ഇത് ചെയ്യുന്നു. ഇക്കാലത്ത് ഇങ്ങനെയുമുള്ള ബുദ്ധിമാന്മാരുണ്ട്. അവർ മറ്റുള്ളവരുടെ ഡിസർവീസിനെ കുറിച്ച് പറഞ്ഞു നടക്കുന്നു. ഇന്നയാൾ ഇത് ചെയ്യുന്നു, ഇങ്ങനെയാണ്. നിങ്ങൾ തൻ്റെ സർവീസ് ചെയ്യൂ. ബ്രാഹ്മണരായ കുട്ടികളുടെ ജോലിയാണ് സർവീസിൽ മുഴുകുക എന്നത്. ബാബ ഇരിക്കുകയാണ്. ബാബയുടെ അടുക്കൽ എല്ലാ സമാചാരവും വരുന്നു. ഓരോരുത്തരുടെയും അവസ്ഥ ബാബയ്ക്കറിയാം. സർവീസ് കണ്ട് മഹിമയും ചെയ്യുന്നു. കുട്ടികളിൽ സർവീസിൻ്റെ ഉത്സാഹം വരണം. ഓരോരുത്തരും ഈ ആത്മീയ സർവീസിലൂടെ തൻ്റെ മംഗളം ചെയ്യണം. ഈ തൊഴിലും മറ്റും ജന്മജന്മാന്തരങ്ങളിൽ ചെയ്തു വന്നു. ഈ തൊഴിൽ വിരളം വ്യാപാരിമാരെ ചെയ്യൂ. ബാബ സർവീസിൻ്റെ വളരെ സഹജമായ രീതികൾ മനസ്സിലാക്കിച്ചു തരുന്നു. ഒരിക്കലും ആരെയും നിന്ദിക്കരുത്. ഇങ്ങനെ ധാരാളം പേർ ചെയ്യുന്നുണ്ട്. നല്ല നല്ല മഹാരഥികളെയും മായ മൂക്കിന് പിടികൂടുന്നു. ബാബയെ ഓർമ്മിച്ചില്ലെങ്കിൽ മായ പിടികൂടും. ബാബയും പറയുന്നുണ്ടല്ലോ, സാധാരണ ശരീരത്തിൽ വന്നിരിക്കുന്നത് കണ്ട് എന്നെ തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയെല്ലാമാണ് ചെയ്യേണ്ടത് എന്ന് ബാബയ്ക്കും നിർദ്ദേശം നൽകുന്നു. അവസ്ഥ ഇങ്ങനെയുള്ളതാണ്. ബാബ അല്പം ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞുവെങ്കിൽ ട്രേറ്ററായി മാറും. ബാബയ്ക്കും തൻ്റെ മതം അയച്ചു കൊടുക്കുന്നു. ചൊല്ലുണ്ടല്ലോ, എലിക്ക് മഞ്ഞൾ കഷ്ണം ലഭിച്ചപ്പോൾ പലചരക്ക് വ്യാപാരിയാണ് എന്ന് വിചാരിച്ചു. നമ്മൾ ഡിസർവീസാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല. തെറ്റുകൾ വളരെ പേരിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ അവസ്ഥ ഉയർന്നതും ചിലപ്പോൾ താഴ്ന്നതും ഇത് തുടർന്നു വരികയാണ്. ഓരോരുത്തരും സ്വന്തം അവസ്ഥ നോക്കണം. സത്യസന്ധരായ കുട്ടികൾ തങ്ങളുടെ അവസ്ഥ ഉടൻ പറയുന്നു. ചിലരാണെങ്കിൽ തൻ്റെ തെറ്റുകൾ ഒളിപ്പിക്കുന്നു. ഇതിൽ വളരെയധികം നിരഹങ്കാരിത്വം ആവശ്യമാണ്. സർവീസ് വർദ്ധിപ്പിക്കുന്നതിൽ മുഴുകേണ്ടതാണ്. എപ്പോഴും ഈ ചിന്തയുണ്ടായിരിക്കണം, എങ്ങനെയുള്ള കർമ്മം നമ്മൾ ചെയ്യുന്നുവോ നമ്മെ കണ്ട് മറ്റുള്ളവരും ചെയ്യും. ഞാൻ ആരുടെയെങ്കിലും നിന്ദ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവരും ചെയ്യാൻ തുടങ്ങും. വളരെ പേർക്ക് ഈ ചിന്ത വരുന്നില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ തൻ്റെ സർവീസിൽ മുഴുകും. ഇല്ലെങ്കിൽ വളരെയധികം പശ്ചാത്തപിക്കും. വളരെ പേർ ശത്രുവുമാകും. നിങ്ങളിപ്പോൾ ശൂദ്രനിൽ നിന്നും ട്രാൻസ്ഫറായി ബ്രഹ്മമുഖവംശാവലി ബ്രാഹ്മണരായിരിക്കുന്നു. ആരിലാണോ 5 വികാരങ്ങളുള്ളത് അവരാണ് ആസുരിയ സമ്പ്രദായം. നിങ്ങൾ ദൈവിക സമ്പ്രദായമാണ്. നിങ്ങൾ ദേവതയാകുന്നതിനായി വികാരങ്ങളുടെ മേൽ വിജയം നേടുന്നു. ദേവതമാരാണെങ്കിൽ ഇവിടെയില്ല. ദേവതമാർ ഉണ്ടായിരിക്കുന്നത് സത്യയുഗത്തിലാണ്. നിങ്ങൾ ഇപ്പോൾ ദൈവിക സമ്പ്രദായം ആയിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളായ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിനുള്ള ചാൻസ് ലഭിക്കുന്നു. എക്സിബിഷനിൽ മനസ്സിലാക്കിച്ചു കൊടുത്തുകൊണ്ടിരിക്കൂ. എക്സിബിഷനിലും മേളയിലും ഓരോരുത്തരുടെയും നാഡി അറിയാൻ കഴിയുന്നു. പ്രൊജക്ടറിലാണെങ്കിൽ ആർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കില്ല. നേരിട്ട് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിൽ കൂടെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എക്സിബിഷനും മേളയും നല്ല കാര്യങ്ങളാണ്. അതിൽ എഴുതാനും സാധിക്കും. എക്സിബിഷൻ്റെയും മേളയുടെയും താല്പര്യം ഉണ്ടായിരിക്കണം.
റെഗുലറായി പഠിക്കുന്നതിലൂടെ തന്നെയാണ് ലഹരി കയറുന്നത്. ബന്ധനസ്ഥരാണെങ്കിൽ വീട്ടിലിരിക്കുമ്പോഴും ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. അപ്പോൾ വികർമ്മം വിനാശമാകും. വീട്ടിലിരിക്കുമ്പോഴും ഓർമ്മിക്കുന്നത് നല്ലതാണ്. എന്നാൽ ഓർമ്മിക്കുക എന്നത് കുട്ടികളെ സംബന്ധിച്ച് വളരെ പ്രയാസമുള്ള കാര്യമായിരിക്കുന്നു. ആരിൽ നിന്നാണോ 21 ജന്മത്തേക്കുള്ള സമ്പത്ത് ലഭിക്കുന്നത്, ആ ബാബയെ ഓർമ്മിക്കുന്നില്ല. നല്ല നല്ല പ്രഭാഷണം നടത്തുന്ന മഹാരഥികൾ പോലും ബാബയെ ഓർമ്മിക്കുന്നില്ല. രാവിലെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. എഴുന്നേൽക്കുന്നുണ്ട്, ഇരിക്കുമ്പോൾ ഉറക്കം തൂങ്ങുന്നു. ഓർമ്മിക്കുന്നതിനായി രാവിലെയുള്ള സമയം തന്നെയാണ് നല്ലത്. ഭക്തിമാർഗത്തിലും രാവിലെ എഴുന്നേറ്റ് ഓർമ്മയിൽ മുഴുകുന്നു. അവരുടേതാണെങ്കിൽ ഇറങ്ങുന്ന കലയാണ്, ഇവിടെയാണെങ്കിൽ കയറുന്നതിൻ്റെ കാര്യമാണ്. മായ എത്ര വിഘ്നം വിടുന്നു. രാവിലെ എഴുന്നേറ്റ് ബാബയെ ഓർമ്മിക്കുകയില്ലെങ്കിൽ ധാരണ എങ്ങനെ ഉണ്ടാകും? വികർമ്മം എങ്ങനെ വിനാശമാകും? ബാക്കി കേവലം മുരളി വായിച്ചു കൊടുക്കുക എന്നതാണെങ്കിൽ കൊച്ചുകുട്ടികളും പഠിച്ച് മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ തുടങ്ങുന്നു. ഈ പഠനം മുതിർന്നവർക്കുള്ളതാണ്. എത്ര വലിയ യൂണിവേഴ്സിറ്റിയാണ്! നമ്മളെ പഠിപ്പിക്കുന്നവൻ ആരാണ്? ഈ ലഹരി കുട്ടികൾക്കില്ല. മായ ആരെയെങ്കിലും ചതിക്കുകയാണെങ്കിൽ നമ്മൾ അവരെ നോക്കാതെ തൻ്റെ സർവീസിൽ മുഴുകിയിരിക്കണം. ബാബയുടെ അടുക്കൽ എല്ലാ സമാചാരവും വന്നുകൊണ്ടിരിക്കും. ചിലർ ദേഹാഭിമാനത്തിൽ വന്ന് മനസ്സിലാക്കുന്നു, ഇവരിങ്ങനെ ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. മറ്റുള്ളവരെ നിന്ദിക്കുന്നതിൽ തന്നെ ടൈം വേസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ ജോലി സർവീസിലിരിക്കുക എന്നതാണ്. ഏതെങ്കിലും കാര്യമുണ്ടെങ്കിൽ ബാബയ്ക്ക് സൂചന നൽകി കഴിഞ്ഞു. പരചിന്തനം നടത്തുവാൻ പാടില്ല. സർവീസിൽ കുട്ടികൾ ദിനരാത്രം മുഴുകണം. നിങ്ങളുടെ തൊഴിൽ തന്നെ ഇതാണ്. ദിവസവും എക്സിബിഷനിൽ മനസ്സിലാക്കിച്ചു കൊടുക്കൂ, ഇത് ശിവബാബ, ഇത് പ്രജാപിത ബ്രഹ്മ. കഴിഞ്ഞ കൽപ്പത്തിലും പ്രജാപിത ബ്രഹ്മ എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. പ്രജാപിത ബ്രഹ്മാവിലൂടെ മനുഷ്യ സൃഷ്ടിയെ രചിക്കുന്നു. മനുഷ്യരെ ഉണ്ടായിരുന്നില്ല എന്നല്ല, മനുഷ്യ സൃഷ്ടിയെ രചിക്കുക എന്നാൽ മുള്ളുകളെ പുഷ്പമാക്കുക എന്നാണ്. ബ്രഹ്മാവിലൂടെ സൃഷ്ടി രചിക്കുന്നു. അപ്പോൾ മുകളിൽ നിന്നും സൃഷ്ടി രചിക്കുകയൊന്നുമില്ല. ബ്രഹ്മാവ് ഇവിടെ ആയിരിക്കുമല്ലോ. എത്ര ക്ലിയറായി മനസ്സിലാക്കിച്ചു തരുന്നു. ബാബ പറയുന്നു, ഞാൻ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിലെ ജന്മത്തിൽ പ്രവേശിച്ച് മനുഷ്യനെ ദേവതയാക്കി മാറ്റുന്നു. അപ്പോൾ കുട്ടികൾ സർവീസിൽ ദിനരാത്രം പ്രയത്നിക്കേണ്ടതാണ്. തൊഴിലിൽ നിന്നും മറ്റും അല്പം സമയം കണ്ടെത്തി ഇതിൽ ഏർപ്പെടേണ്ടതാണ്. ഒഴിവു സമയം ലഭിക്കുന്നില്ല എന്നത് പാടില്ല. രോഗം ബാധിച്ചാൽ ഒഴിവു സമയമില്ല എന്ന് പറയുമോ? പുരുഷാർത്ഥം ചെയ്യേണ്ടതാണ്. പ്രേരണയിലൂടെ യാതൊന്നും നടക്കുകയില്ല. ഭഗവാനിൽ നിന്നേ പ്രേരണയിലൂടെ കാര്യം നടക്കുകയില്ല. അപ്പോൾ മറ്റുള്ളവരിൽ നിന്നും എങ്ങനെ നടക്കുവാനാണ്? ഇങ്ങനെ മനസ്സിലാക്കുന്നു. ഭഗവാന് എന്താണ് ചെയ്യാൻ സാധിക്കാത്തത്? മരിച്ചുപോയവരെ ജീവിപ്പിക്കാൻ സാധിക്കും. ഭഗവാനോട് നിങ്ങൾ പറയുന്നത്, ഹേ പതീത പാവന, വന്ന് നമ്മളെ പതീതത്തിൽ നിന്നും പാവനമാക്കൂ. ഇത്രമാത്രം. രണ്ടാമത് ഒരു കാര്യവുമില്ല. വന്ന് ജഡത്തെ ജീവിപ്പിക്കൂ എന്നൊന്നും പറയുന്നില്ല. ആ ഒന്ന് പതീത പാവനാണ്. ഭാരതം പാവനമായിരുന്നല്ലോ. ബാബു പറയുന്നു, ഞാൻ കൽപ്പകൽപ്പങ്ങളിൽ വന്ന് പാവനമാക്കി മാറ്റുന്നു. മായ പിന്നെ വന്ന് പതീതമാക്കുന്നു. ഇപ്പോൾ വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ് പാവനമാക്കുവാൻ. എത്ര സഹജമായ കാര്യം പറഞ്ഞു തരുന്നു. വൈദ്യന്മാർ വലിയ രോഗത്തെയും പച്ചമരുന്നുകൾ കൊണ്ട് ശരിയാക്കുന്നു. പിന്നെ അവരുടെ മഹിമയും ഉണ്ടാകുന്നു. ആർക്കെങ്കിലും കുട്ടിയെയോ ധനമോ ലഭിച്ചുവെങ്കിൽ ഗുരുവിൻ്റെ കൃപയുണ്ടായി എന്ന് പറയും. ശരി, കുട്ടി മരിച്ചു പോയെങ്കിൽ പറയും ഭാവി, അതായത് നിശ്ചയിക്കപ്പെട്ടത്. ഈ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കുട്ടികളായി നിങ്ങൾ മനസ്സിലാക്കുന്നു. സന്യാസിമാർ പവിത്രമാകുന്നു. അപ്പോൾ അവർക്ക് മാന്യത ഉണ്ടാകുന്നു.
എന്നാൽ അവർ ഹഠയോഗിയാണ്. അവർക്ക് രാജയോഗം പഠിപ്പിക്കാൻ സാധിക്കില്ല. അവർ സന്യാസിമാർ, നമ്മൾ ഗൃഹസ്ഥി. പിന്നെ നമ്മൾ സ്വയം ഫോളോവേഴ്സാണ് എന്നെങ്ങനെ വിളിക്കപ്പെടാൻ സാധിക്കും? ബാബ പറയുന്നു, കുട്ടികൾക്ക് പൂർണ്ണമായും ഫോളോ ചെയ്യണം. മന്മനാഭവ, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ പവിത്രമായി മാറും, എൻ്റെ കൂടെ പോകും. ഞാനാണെങ്കിൽ എവർ പാവനമാണ്. മനുഷ്യർ പതീതമാക്കുന്നു, ബാബ വന്ന് പാവനമാക്കുന്നു. ആ ഒന്ന് പവിത്രതയുടെയും ശാന്തിയുടെയും സുഖത്തിൻ്റെയും സാഗരമാണ്. നിങ്ങളെയും ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ യോഗബലത്തിലൂടെ ആത്മാവിനെ പവിത്രമാക്കുന്നു. നമുക്ക് ഫസ്റ്റ് ക്ലാസ് ശരീരം ലഭിക്കും എന്നറിയുന്നുണ്ട്. മനുഷ്യനെ പ്രാക്ടിക്കലിൽ ദേവതയാക്കേണ്ടതുണ്ട്. കേവലം ദേവതമാരുടെ വസ്ത്രം അണിഞ്ഞതുകൊണ്ടായില്ല, തൻ്റെ മേൽ പൂർണ്ണ ശ്രദ്ധ നൽകണം. ദേഹാഭിമാനം വരരുത്. ബാബ, നമ്മൾ അങ്ങിൽ നിന്നും സമ്പത്ത് എടുത്തിട്ടേ വിടുകയുള്ളൂ. നിങ്ങളും പറയുന്നു, നമ്മൾ ഭാരതത്തെ ശ്രേഷ്ഠാചാരിയാക്കിയിട്ടേ വിടുകയുള്ളൂ. നിശ്ചയമുള്ളവർ തന്നെയാണല്ലോ പറയുന്നത്. ചിലർ പറയുന്നു, ഇത്ര കുറച്ച് സമയത്തിനുള്ളിൽ എങ്ങനെ നടക്കും? വാസ്തവത്തിൽ ഒരിക്കലും ഈ സംശയം കൊണ്ടുവരാൻ പാടില്ല. സംശയത്തിൽ വരുന്നതിലൂടെ പിന്നെ സർവീസിൽ അയവുണ്ടാകുന്നു. സമയം വളരെ കുറച്ചേ ഉള്ളൂ. എത്ര സാധിക്കുമോ നല്ലവണ്ണം പുരുഷാർത്ഥം ചെയ്യണം. അല്പം യുദ്ധത്തിൻ്റെയോ മറ്റോ കോലാഹലങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായിയെങ്കിൽ പിന്നെ നോക്കണം എത്ര പ്രയത്നം ചെയ്യുവാൻ തുടങ്ങുന്നു എന്ന്. മനസ്സിലാക്കുന്നുണ്ടല്ലോ, നമ്മൾ ഓർമ്മയിൽ പൂർണ്ണമായും ഇരിക്കുന്നില്ലെങ്കിൽ പിന്നെ ആ സമയത്തെ കോലാഹലങ്ങളിൽ ചെയ്യാനേ സാധിക്കില്ല. ആ സമയത്ത് വളരെയധികം ആപത്തുകളും മറ്റും ഉണ്ടായിരിക്കും. അതിനാൽ ബാബ പറയുന്നു, എത്ര സാധിക്കുമോ ഗാലപ്പ് ചെയ്തുകൊണ്ടിരിക്കൂ. ഇത് ആത്മാക്കളുടെ റേസാണ്. ബാബ എത്ര നല്ല രീതിയിൽ മനസ്സിലാക്കിക്കുന്നു. ലക്ഷ്യസ്ഥാനത്ത് പോയി, അതായത് ബാബയുടെ വീട്ടിൽ പോയി പിന്നെ വരണം പുതിയ ലോകത്തിലേക്ക്. വളരെ ഫൈനായ റേസാണ്. ബാബ പറയുന്നു, എന്നെ ടച്ച് ചെയ്ത്, അതായത് മൂലവതനത്തിൽ പോയി പിന്നെ വരേണ്ടതുണ്ട്. ആദ്യം വരുന്നത് യോഗയുക്തമായവരായിരിക്കും. നമ്മൾ മുക്തിധാമത്തിലേക്ക് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, അപ്പോൾ പോകും. മുക്തിധാമമാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ പാർട്ട് അഭിനയിക്കാനായി വരും. മോക്ഷം ആർക്കും ലഭിക്കുന്നില്ല. ഈശ്വരീയ ഹിസ്റ്ററി ജോഗ്രഫിയിൽ മോക്ഷം എന്ന വാക്കില്ല. ഒരു സെക്കൻഡിൽ നിങ്ങൾക്ക് ജീവൻ മുക്തി ലഭിക്കുന്നു. ബാക്കി എല്ലാവരും മുക്തമാകും. രാവണ രാജ്യത്തിൽ നിന്നും മുക്തമാവുക തന്നെ വേണം. ആര് പുരുഷാർത്ഥം ചെയ്യുമോ അവർ ഉയർന്ന പദവി നേടും. കുട്ടികൾക്ക് വളരെ മധുരമാകേണ്ടതുണ്ട്. സ്വഭാവം വളരെ മധുരമായിരിക്കണം. ക്രോധി ആകുവാൻ പാടില്ല. ദുർവാസാവ് എന്ന പേരുണ്ടല്ലോ. ഈ രാജ ഋഷിമാരിലും ചിലരൊക്കെ ഇങ്ങനെയാണ്. സദാ ഹൃദയത്തിൽ തൻ്റെ കൈവയ്ക്കണം. ഞാൻ എന്താണ് ചെയ്യുന്നത്? ഇതിലൂടെ എനിക്ക് എന്ത് പദവി ലഭിക്കും? അഥവാ സർവീസ് ചെയ്തില്ലെങ്കിൽ, തനിക്ക് സമാനമാക്കിയില്ലെങ്കിൽ എന്ത് പദവിയായിരിക്കും ലഭിക്കുക? അല്പം കൊണ്ട് തൃപ്തമാകാൻ പാടില്ല. ബാബു പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്ക് ഫുൾ ചക്രവർത്തി പദം നൽകാനാണ്. അപ്പോൾ ധൈര്യം വെച്ച് ചെയ്ത് കാണിക്കേണ്ടതാണ്. വെറുതെ പറയുന്നത് കൊണ്ട് നടക്കുകയില്ല. ബാബയുടെ സർവീസിലാണെങ്കിൽ എല്ലുകളും നൽകണം. ചെയ്യുന്നുമുണ്ട്. പിന്നെ എവിടെയെങ്കിലും ദേഹാഭിമാനം വന്നു പോകുന്നതിലൂടെ ലഹരി വരുന്നു, വീണു പോവുകയും ചെയ്യുന്നു. മായയും നിസാര ഗുസ്തിക്കാരനല്ല. ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് നടക്കാത്തതിലൂടെ മായ യുദ്ധം ചെയ്യുന്നു. അപ്പോൾ ബാബയുമായി ബന്ധം വേർപെടുത്തുന്നു. ബാബ സുഖധാമത്തിൻ്റെ അധികാരിയാക്കുന്നു. അപ്പോൾ തൻ്റെ മേൽ ദയവ തോന്നേണ്ടതാണ്. ബാബ വളരെ സിമ്പിളായ നിർദ്ദേശം നൽകുന്നു. മായയുടെ കൊടുങ്കാറ്റ് വളരെയധികം വരും.
എന്നാൽ മഹാവീരനാകണം. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സേവനത്തിൻ്റെ താല്പര്യം വച്ച് തൻ്റെയും മറ്റുള്ളവരുടെയും മംഗളം ചെയ്യണം. ആരുടെയും ഡിസർവീസിനെ കുറിച്ച് പറഞ്ഞു നടക്കരുത്. പരചിന്തനത്തിൽ തൻ്റെ സമയം പാഴാക്കരുത്. സത്യസന്ധനും നിരഹങ്കാരിയുമായി സേവനം വർദ്ധിപ്പിക്കണം. അതിരാവിലെ എഴുന്നേറ്റ് ബാബയെ സ്നേഹത്തോടെ ഓർമ്മിക്കണം. ചൊല്ലും ചെയ്തിയും സമാനമാക്കി മാറ്റണം. വരദാനം: മന്മനാഭവയുടെ സ്ഥിതിയിലൂടെ മനസ്സിൻ്റെ ഭാവങ്ങളെ അറിയുന്ന സഫലതാ സ്വരൂപമായി ഭവിക്കട്ടെ. ഏത് കുട്ടികളാണോ മന്മനാഭവയുടെ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നത്, അവർക്ക് മറ്റുള്ളവരുടെ മനസ്സിലെ ഭാവങ്ങളെ അറിയുവാൻ സാധിക്കും. വാക്കുകൾ എന്തുതന്നെയായിരുന്നാലും അതിൻ്റെ ഭാവം എന്താണ് എന്നത് അറിയുന്നതിൻ്റെ അഭ്യാസം ചെയ്തുകൊണ്ടിരിക്കൂ. ഓരോരുത്തരുടെയും മനസ്സിലെ ഭാവത്തെ മനസ്സിലാക്കുന്നതിലൂടെ അവരുടെ ആഗ്രഹമോ പ്രാപ്തിയുടെ ഇച്ഛയോ എന്താണോ അത് പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഇതിലൂടെ അവർ അവിനാശി പുരുഷാർത്ഥിയായി മാറും. പിന്നെ സർവീസിൻ്റെ സഫലത അല്പം സമയം കൊണ്ട് വളരെയധികം കാണപ്പെടും. താങ്കൾ പുരുഷാർത്ഥി സ്വരൂപത്തിന് പകരം സഫലതാ സ്വരൂപമായി മാറും. സ്ലോഗൻ: ഉറങ്ങുന്ന സമയത്ത് സർവ്വതും ബാബയെ ഏൽപ്പിച്ച് ശൂന്യമാകൂ. അപ്പോൾ വ്യർത്ഥമോ വികാരിയോ ആയ സ്വപ്നം വരില്ല. അവ്യക്ത സൂചന: അപവിത്രതയുടെ ബീജത്തെയും സമാപ്തമാക്കി സമ്പൂർണ്ണ സ്വച്ഛം അഥവാ പവിത്രമാകൂ. ബ്രാഹ്മണ ആത്മാക്കളായ നിങ്ങൾ ബ്രാഹ്മണ ജീവിതത്തിൽ ഈ വിധം പവിത്രമാകുന്നു. അതിലൂടെ ശരീരത്തെയും പ്രകൃതിയെയും പവിത്രമാക്കി മാറ്റുന്നു. അതിനാൽ ശരീരവും പവിത്രമാണ്, ആത്മാവും പവിത്രമാണ്. സമ്പൂർണ്ണ പവിത്രത എന്നാൽ അപവിത്രതയുടെ അംശം പോലും ഇല്ലാതിരിക്കുക. കാരണം എത്രത്തോളം പവിത്രതയുണ്ടോ അത്രത്തോളം ബ്രാഹ്മണ ജീവിതത്തിൻ്റെ പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കും. അഥവാ പവിത്രത കുറവാണെങ്കിൽ പേഴ്സണാലിറ്റി കുറവായിരിക്കും. ഈ പ്യൂരിറ്റിയുടെ പേഴ്സണാലിറ്റി സേവനത്തിലും സഹജമായി സഫലത നേടിത്തരും. ഓം ശാന്തി. ഈ ദേഹമാകുന്ന ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഞാൻ ആത്മാവ് ഒരു ചൈതന്യ ശക്തിയാണ്. ഈ ആത്മസ്മൃതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ ശുദ്ധവും പവിത്രവുമായ എൻ്റെ യഥാർത്ഥ സ്വരൂപം എനിക്ക് അനുഭവവേദ്യമാകുന്നു. ഈശ്വരൻ്റെ ധാമത്തിൽ നിന്നും ഈ കർമ്മക്ഷേത്രത്തിൽ വന്നപ്പോൾ എൻ്റെ ആത്മസ്വരൂപം അതിനിർമ്മലവും അതിപവിത്രവുമായിരുന്നു. എൻ്റെ ആ നിർമ്മലവും ശുദ്ധവുമായ സ്വരൂപത്തിൻ്റെ പരിപൂർണ അനുഭവം നേടുന്നതിന് ഞാൻ ശാന്തിയുടെ ധാമമായ ആ ജ്യോതിദേശത്തിൽ ബ്രഹ്മതത്വം വ്യാപിച്ചിരിക്കുന്ന
ആ ദിവ്യധാമത്തിൽ സങ്കല്പം കൊണ്ട് യാത്ര ചെയ്യുകയാണ്. ഈ ദിവ്യ ജ്യോതി ദേശത്തിൽ എൻ്റെ ആന്തരിക നേത്രത്തിലൂടെ പരമാത്മാ സ്വരൂപം ദർശിക്കുന്ന മാത്രയിൽ പരമാത്മാ ശാന്തിയുടെ അനന്ത കിരണങ്ങൾ ആത്മാവിൽ ഉൾക്കൊള്ളപ്പെടുകയാണ്. അനന്യഭാവത്തിൽ ആ പരമാത്മാ സ്വരൂപത്തിലേക്ക് എൻ്റെ മനസ്സിനെ ഏകാഗ്രമാക്കുമ്പോൾ അനിർവചനീയമായ ദിവ്യ അലൗകിക സ്നേഹത്തിൽ ഞാൻ ലയിച്ചു ചേരുന്നു. സർവബന്ധനമുക്തവും ആനന്ദമയവുമായ സ്ഥിതി ഞാൻ അനുഭവിക്കുന്നു. ഈ ദിവ്യവും അലൗകികവുമായ ഈശ്വരീയ പ്രാപ്തികളുടെ അനുഭവം സംഗമയുഗത്തിലെ സർവശ്രേഷ്ഠ ഭാഗ്യമാണ്. സാകാര സൃഷ്ടിയിലെ എൻ്റെ സഹോദര ആത്മാക്കൾക്കും അവരുടെ ജന്മസിദ്ധ അവകാശമായ ഈശ്വരീയ പ്രാപ്തികൾ ലഭിക്കട്ടെ എന്ന ശക്തിശാലി ശുഭ സങ്കല്പം ഞാൻ അവരിലേക്ക് അയക്കുകയാണ്. ഹേ ആത്മാക്കളെ, ബാബ സർവ ആത്മാക്കൾക്കും മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും ഈശ്വരീയ സമ്പത്ത് നൽകുവാൻ വന്നു കഴിഞ്ഞു എന്ന മനസ്സിൻ്റെ സങ്കല്പം ആ ആത്മാക്കളിൽ എത്തട്ടെ. സംഗമയുഗത്തിലെ ഈ സർവശ്രേഷ്ഠ ഭാഗ്യത്തിന് ആ ആത്മാക്കൾ യോഗ്യരായി